നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. അച്ഛാ പാറു, അച്ഛാ മോളെ പാറു, മോളെ പാറു, കാലത്ത് മുതൽ ഇവർ ശ്രമിച്ചോണ്ടിരിക്കുക നിന്റെ അച്ഛനെ കൊണ്ട് രേഖകളിൽ ഒപ്പിടിയിക്കാൻ. പൈസയായിട്ട് പാറു വരുമെന്ന് പറഞ്ഞപ്പോ ഈ രുദ്രപ്രതാപൻ പറഞ്ഞ എന്താണെന്നറിയോ? നീ അച്ഛനെ പറ്റിക്കാൻ വേണ്ടി കള്ളം പറയുവാണെന്ന്. പാറു കള്ളം പറയാറൊക്കെ ഉണ്ട്. സത്യം പറഞ്ഞാൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന് തോന്നുന്നിടത്ത് പാറു കള്ളം പറയാറുണ്ട്. പക്ഷേ ഇതെന്റെ അച്ഛനാ. മക്കൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന, മക്കൾ കാരണം ഒരുപാട് വേദനകൾ സഹിച്ച് എന്റെ അച്ഛനോട് ഞാൻ തല പോയാലും കള്ളം പറയില്ല. അച്ഛൻ കാശ് വാങ്ങിയത് ചന്ദ്രഹാസന്റെ കയ്യിൽ നിന്നാ. ഇയാളുടെ വലങ്കയായി നീ ഈ ഉമ്മറത്ത് വന്ന് നിൽക്കുന്നത് എന്തിനാണെന്ന് എനിക്കറിയാം. നാല് ഭാഗത്തു നിന്നും വളഞ്ഞു പിടിച്ച ശ്വാസം മുട്ടിച്ച പാറുനെ നിനക്ക് കെട്ടിച്ചു തരുന്ന എന്റെ അച്ഛനും അമ്മയും നിനക്ക് വാക്ക് തരുമെന്ന പ്രതീക്ഷയിലല്ലേ ഇയാളുടെ കൂടെ നീ ഈ ഉമ്മറത്ത് വന്ന് നിൽക്കുന്നത്? ജനകനും കുടുംബത്തിനും കാശിനെ കുറവുള്ളൂ. ആത്മാഭിമാനത്തിന്റെ കാര്യത്തില് നിന്നെക്കാളും സമ്പന്നരാ ഞങ്ങള്. അത് മനസ്സിലാക്കിക്കോ. പാറുവിന്റെ കഴുത്തിൽ ചാർത്താൻ വേണ്ടി നീ താലി പണിയിപ്പിച്ചിട്ടുണ്ടെങ്കില് നിന്നെ കുഴിവെട്ടി അടക്കുന്ന കാലത്ത് അതും അതിലിട്ട് മൂടിയാ മതി. നിന്റെ ഒരാഗ്രഹവും ഒരു കാലത്ത് നടക്കാൻ പോകുന്നില്ല. നിനക്ക് വേണ്ടത് കാശല്ലേ? നീ ആവശ്യപ്പെട്ട 10 ലക്ഷം രൂപ ദേ ഇതിലുണ്ട്. അച്ഛനോട് പാറു കള്ളം പറഞ്ഞതല്ലെന്ന് ഇപ്പൊ നിനക്ക് മനസ്സിലായല്ലോ. ചന്ദ്രഹാസ, ആരെയും കുറച്ച് കാണാൻ പാടില്ലെന്ന് ഇപ്പൊ മനസ്സിലായി കാണുമല്ലോ. നിറഞ്ഞു കിടക്കുന്ന പണപ്പെട്ടിയില്ലെങ്കിലും ആത്മാർത്ഥതയുള്ള ചങ്ങാതിമാരുണ്ടെങ്കിൽ അയാൾ സമ്പന്നനാ. അത് നിനക്കിപ്പോ മനസ്സിലായല്ലോ. ആ പണം വാങ്ങിയിട്ട് ജനകൻ ഒപ്പിട്ട് തന്ന പ്രമാണം തിരിച്ചു കൊടുക്കും. പാറു, അച്ഛൻ കാശ് വാങ്ങിയത് ഇയാളുടെ കയ്യിൽ നിന്നല്ലേ? അത് തിരിച്ചു കൊടുക്കുമ്പോ ഇയാൾ എന്തിനാ ഈ രുദ്രപ്രതാപന്റെ മുഖത്ത് നോക്കുന്നത്? പ്രിയഞ്ചേട്ടനത് മനസ്സിലായില്ലേ? ഇയാള് മുന്നിൽ നിൽക്കുന്നേ ഉള്ളൂ. പുറകിൽ നിന്നുകൊണ്ട് ചരട് വലിക്കുന്ന മുഴുവൻ ഈ രുദ്രപ്രതാപന. കാശ് രുദ്രപ്രതാപനോ ചന്ദ്രഹാസനോ ആരെങ്കിലും ഇത് സ്വീകരിച്ച് ഭൂമി പണയം വെക്കുമ്പോ അച്ഛന്റെ കയ്യിൽ നിന്നും ഒപ്പിട്ട് വാങ്ങിയ കടലാസ് തിരിച്ചുതാ. പാറു, നിന്റെ അച്ഛനും ചന്ദ്രഹാസനുമായിട്ടുള്ള പ്രശ്നത്തിലെ മുതലാളി എന്തിനാ വലിച്ചഴിച്ചത്? ഇനി മുതലാളിയെ കുറിച്ചൊരു അക്ഷരം പറഞ്ഞോണ്ടല്ലോ. രുദ്രനെ പറ്റി പറയുമ്പോ നീ എന്തിനാ ചൂടാവുന്നേ? പാറു പറയുന്നത് കേട്ടിട്ട് രുദ്രൻ മിണ്ടാതെ നിൽക്കുന്ന കണ്ടില്ലേ? പാറു പറഞ്ഞത് മുഴുവൻ സത്യമായതുകൊണ്ടല്ലേ ഇവന്റെ നാവ് താണ് പോയത്. നീ ആരെയാടാ അവനും ഇവനെന്നൊക്കെ വിളിക്കുന്നേ? ഇനി മുതലാളി അവനും ഇവനെന്നൊക്കെ വിളിച്ചോണ്ടല്ലോ. നീ എന്ത് ചെയ്യും? ഇത് ഞങ്ങളുടെ നാടാ. നീ ഇവിടെ വന്ന് വമ്പ് കാണിച്ചാൽ 2 കാലിൽ നടന്നു പോവില്ല. നിനക്ക് ഞങ്ങളെക്കുറിച്ച് ശരിക്കും അറിയത്തില്ല. നിനക്ക് എന്നെപ്പറ്റിയും ശരിക്കും അറിയില്ലേ? അറിയണമെങ്കിൽ പാറുവിനെ തടയാൻ നിങ്ങൾ കുറച്ചുപേരെ വഴിയിൽ നിർത്തിയിട്ടുണ്ടായിരുന്നല്ലോ, അവരോട് ചോദിച്ചാൽ മതി.
വേദനയ്ക്കുള്ള കുഴമ്പ് പുരട്ടുന്നതിനിടയിൽ അവര് വിശദമായിട്ട് പറഞ്ഞു തരും. പോയി ചോദിച്ചു നോക്ക്. കൂടുതൽ വഴക്കും പ്രശ്നങ്ങളും ഉണ്ടാക്കാതെ പണം വാങ്ങി നിങ്ങൾ തമ്മിലുള്ള ഇടപാട് തീർക്ക്. അച്ഛൻ കൊടുത്താ മതി. ജനക കൈമാറ്. നിൽക്കച്ച, കൊടുക്കാൻ വരട്ടെ. ആദ്യം ഒപ്പിട്ട് കൊടുത്ത കടലാസ് എന്റെ കയ്യിൽ തരണം, എന്നിട്ട് ഈ കാശ് വാങ്ങിക്കോ. അച്ഛാ, ഇനി കൊടുത്തോ. ഇതോടെ അച്ഛനും നിങ്ങളും തമ്മിലുള്ള ഇടപാടുകൾ അവസാനിച്ചു. അധികം നെകളിക്കല്ലേ പാറു. ജനകൻ ചേട്ടൻ പണയം വെച്ച വേറെയും പ്രമാണങ്ങൾ പലരുടെയും കയ്യിലുണ്ട്. അത് നീ മറക്കരുത്. ഇത് തിരിച്ചു വാങ്ങിയതുപോലെ അതും തിരിച്ചു വാങ്ങിക്കാൻ എനിക്കറിയാം. നിക്കടാ. എല്ലാം നല്ല രീതിയിൽ തന്നെ അവസാനിച്ചല്ലോ. ദേവിയോട് നന്ദി പറയണം ജനക. ഞാൻ നന്ദി പറയേണ്ട ദേവി ക്ഷേത്രത്തിലല്ല ഉള്ളത്, എന്റെ കൺമുമ്പില്. മോളെ, ഹലോ കൈലാഷ് സർ. പ്രിയൻ, പ്രിയന് ക്യാഷ് അവർക്ക് കൊടുത്തില്ലേ? അവരുടെ പ്രശ്നങ്ങളൊക്കെ തീർന്നില്ലേ? തീർന്നു സർ. പാറുവിന്റെ ആ ഭൂമി തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞു. അവളുടെ വീട്ടുകാർ മുഴുവൻ ഹാപ്പിയാണ് സർ. സൂപ്പർ പ്രിയൻ, താങ്ക് യു സോ മച്ച്. സാറ് താങ്ക്സ് പറയുന്നോ? സാറിനോട് ഞങ്ങളല്ലേ താങ്ക്സ് പറയേണ്ടത്. 10 ലക്ഷം രൂപ സാധാരണക്കാരായ ഞങ്ങൾക്ക് അത് എത്ര വലിയ എമൗണ്ട് ആണെന്നറിയോ? അതിനുവേണ്ടി ഞാൻ 2 ദിവസം ഓടി ഓട്ടം. അത് പാറുവിന് പോലും അറിയില്ല, എനിക്ക് മാത്രമേ അറിയൂ. എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ട് ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുമ്പോഴാണ് സാർ അത്രയും വലിയ എമൗണ്ട് എന്റെ കയ്യിൽ വെച്ച് തന്നത്. ഞാനതിന് സാറിനോടാ നന്ദി പറയേണ്ടത്. ഒരു കുടുംബത്തിന്റെ സങ്കടം തീർക്കാൻ നേരിട്ട് പ്രത്യക്ഷപ്പെട്ട ദൈവത്തെ പോലെയാ പാറുവിന്റെ അച്ഛനും അമ്മയും ചേച്ചിയൊക്കെ എന്നെ കാണുന്നത്.